പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിലെയും വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. ഇതാ സരയു എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സരയു. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്നറിയണ്ടേ? പ്രിയ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജിന്റെ സ്വാഗത ഭാഷണം ശ്രവിക്കൂ. നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, 2020 വർഷത്തെ അവസാന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ. ഈ ഒരു വർഷം ഈശ്വരൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി തിരുത്തുവാനുമുള്ള ദിവസങ്ങൾ. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ നല്ല അനുഭവങ്ങളെ ചേർത്ത് പിടിക്കാം. വിവിധ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന നല്ല പാഠങ്ങൾ മറക്കാതിരിക്കാം. കൊറോണയുടെ 2ാം വരവിനെ ചെറുക്കാൻ കരുതലിൻ്റെ വൻമതിൽ സൃഷ്ടിക്കാം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കഥാകൃത്തും യുവ കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനുമായ ബഹുമാന്യനായ സന്തോഷ് ഏച്ചിക്കാനമാണ്. 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കൊമാല എന്ന കൃതിക്കാണ്. ബിരിയാണി, ഒറ്റവാതിൽ, നരനായും പറവയായും, ഒരു പിടി ഗോതമ്പ്, എൻ മകജെ പഠനങ്ങൾ തുടങ്ങിയ കൃതികളും അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. അന്നയും റസൂലും, ബാച്ചിലർ പാർട്ടി എന്നീ സിനിമകളുടെ തിരക്കഥ രചിച്ച സന്തോഷ് ഏച്ചിക്കാനം സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ സന്തോഷ് ഏച്ചിക്കാനം, സെൻറ് പോൾസ് AUP സ്കൂൾ തൃക്കരിപ്പൂർ ബാലവാണി എന്ന പേരിൽ ഒരു ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണ പരിപാടി സംഘടിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊരു പരിപാടി, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഈ പരിപാടി കുട്ടികളുടെ സർഗാത്മകമായ വാസനകൾ വളർത്താൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുന്നത് ഭാവിയിൽ അവരെ ഇങ്ങനെയുള്ള ഈ റേഡിയോ പോലുള്ള ഒരു സാങ്കേതിക രംഗത്തെ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാക്കും. മാത്രമല്ല, സമൂഹത്തോട് തങ്ങളുടെ കാര്യങ്ങൾ സധൈര്യം പറയുവാൻ അവരെ കരുത്തരാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ഈ ഓൺലൈൻ റേഡിയോ പരിചയപ്പെടുത്തുന്നതിലൂടെ കുട്ടികൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ റേഡിയോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇപ്പം ഞാൻ കാസർഗോഡ് ബേഡുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചത്. അപ്പം ആ സമയത്ത് അവിടെ ഈ പറയുന്ന പോലെ അന്ന് ലൈബ്രറി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ഞങ്ങളുടെ നാട്ടിലൊന്നും ലൈബ്രറി ഒന്നും ഇല്ല, സ്കൂളിലും ലൈബ്രറി ഇല്ല. എൻ്റെ ഒരു സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് റേഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുക, റേഡിയോ നാടകങ്ങൾ. ഇപ്പം ഞാൻ ഒരു 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ നാടകങ്ങൾ എഴുതുമായിരുന്നു. ആ നാടകങ്ങൾ എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള റേഡിയോകളിൽ നിന്നാണ്. റേഡിയോയിൽ ഞാൻ കേൾക്കുന്ന റേഡിയോ നാടകങ്ങൾ വഴി. അന്ന് യഥേഷ്ടം റേഡിയോ നാടകങ്ങൾ ഉണ്ടായിരുന്നൊരു സമയമാണ്. പിന്നീടാണ് ഈ ടെലിവിഷനൊക്കെ വന്ന് ഒക്കെ ചേർന്നപ്പോഴാണ് റേഡിയോയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും റേഡിയോയുടെ പ്രസക്തി, നമുക്കിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആളുകൾ പത്രത്തെക്കാളും മറ്റെന്തിനേക്കാളും ടെലിവിഷനേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും റേഡിയോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ അവിടുത്തെ റേഡിയോ ജോക്കികളൊക്കെ ഇവിടുത്തെ മലയാളത്തിലെ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെ പോലെ പ്രശസ്തന്മാരായ ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്കൊക്കെ നാളെ തൊഴിൽപരമായിട്ടും ഈ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിലേക്കൊക്കെ ഈ ഓൺലൈൻ റേഡിയോ പരിപാടി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഡീഗോ മറഡോണയൊക്കെ ഇപ്പോൾ മരിച്ചുപോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ 86-ൽ
ഈ പിന്നെ അദ്ദേഹം ഫുട്ബോൾ കളിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പിന്നെ ഇന്ത്യ ക്രിക്കറ്റിൽ പിന്നെ ലോകകപ്പ് നേടുമ്പോഴൊക്കെ ആ കളികളൊക്കെ നമ്മൾ കേട്ടിരുന്നത്, ആ കേട്ടുകൊണ്ട് അത് കണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കേട്ടിരുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ അവിടെയുള്ള തോട്ടത്തിലും അതുപോലെ തന്നെ വീട്ടിലും മുറ്റത്തും ഒക്കെ ഇരുന്നിട്ടാണ്. അതൊക്കെ റേഡിയോയിൽ നിന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ ചലച്ചിത്ര ഗാനങ്ങൾ, അതുപോലെ കൃഷിയെക്കുറിച്ചുള്ള പരിപാടികൾ, വിദ്യാഭ്യാസപരമായ പരിപാടികൾ, ഗാന്ധി മാർഗം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇതുമാതിരി ഇൻഫോർമേഷൻസ് ഈ ഈ പത്രങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ, പത്രങ്ങളല്ല, ഈ ലൈബ്രറികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പത്രങ്ങളും ഒന്ന് കുറവാണ് കിട്ടുന്നത്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് ഈ റേഡിയോ വഴിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു എഴുത്തുകാരനാക്കുന്നതിന്റെ പിന്നിൽ ഈ റേഡിയോക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാം. അപ്പോൾ റേഡിയോ അത്രയും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക മാർഗം, ഒരു സാങ്കേതിക വിനിമയ ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെന്റ് പോൾസ് UP സ്കൂളിലെ AUP സ്കൂളിലെ കുട്ടികളൊക്കെ വളരെ ഭാഗ്യവന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അധ്യാപകർ ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. സ്കൂൾ റേഡിയോ പ്രക്ഷേപണത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച ആദരണീയനായ സന്തോഷ് ഏച്ചിക്കാനം സാറിന് നന്ദി അറിയിക്കുന്നു ആദരവോടെ. ഇനി ഹിന്ദിയിൽ വിദ്യാലയ വാർത്തകൾ കേൾക്കാം. नमस्कार, बालावाणी से प्रस्तुत है समाचार का समय में आप सभी को स्वागत है। केरल में स्थानीय निकाय चुनाव खत्म हो गए हैं। चुनाव कोविड के मानदंडों के अनुपालन में आयोजित किया गया था। शिगेला रोग संक्रामक है। घर पर बच्चों की सावधानी पूर्वक देखभाल की जानी चाहिए। क्रिसमस हमारे स्कूल में शानदार तरीके से मनाया गया। अध्यापकों ने बच्चों के लिए ईसा का जन्मदिन के बारे में स्किट, संगीत और नृत्य कार्यक्रम यूट्यूब चैनल में तैयार की। प्रख्यात मूर्तिकार श्री उन्नी कानाई ने बच्चों द्वारा बनाए गए सितारों के डिजिटल एल्बम का उद्घाटन किया। अध्यापक बच्चों को देखने के लिए बच्चों के घरों में जाते हैं। उन्हें देखकर बच्चे बहुत खुश हुए और सीखने के लिए उनका उत्साह बढ़ा। समाचार का समय खत्म होते हैं। धन्यवाद. ഓർമ്മകളുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. എത്രയോ വർഷം ഈ മുറ്റത്ത് ഓടിക്കളിച്ച് ഒരുപാട് ബഹളം ഉണ്ടാക്കി ധാരാളം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷവും അനുഗ്രഹവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഓർമ്മകൾ പറയാതെ വയ്യ. ഇവിടെ അന്ന് നിറയെ തണൽ മരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഓടിക്കളിക്കാനായിരുന്നു ഏറ്റവും സന്തോഷം. പഠിത്തത്തെക്കാളൊക്കെ അപ്പുറം കളിയായിരുന്നു. ഇവിടെ നിന്നാൽ കിഴക്കൻ മലകൾ കാണാമായിരുന്നു. ആ മലകൾ എവിടെ പോയി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. മലകളും കാണാതായോ? ശബ്ദം പിടികിട്ടിയല്ലേ? അതെ, സുഗതകുമാരി ടീച്ചർ പഠിച്ച തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ ഓർമ്മയായി. അനുസ്മരണ പ്രസംഗം പ്രിയനന്ദ. മഹാകവയിത്രി സുഗതകുമാരി ഇനി ഓർമ്മ. പ്രകൃതിയുടെ പുത്രിയായിരുന്നു സുഗതകുമാരി. അനീതിക്കിരയാകുന്ന നിരാലംബർക്ക് എന്നും അഭയമായിരുന്നു ആ അമ്മ. മണ്ണും മനുഷ്യനും മരങ്ങളും പുഴകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഭൂമിക്കു വേണ്ടിയാണ് രചനയുടെ ആ ഉറവ പ്രവഹിച്ചത്. ആ വേർപാട് മലയാള ഭാഷയ്ക്കെന്ന പോലെ മാനവ സമൂഹത്തിനും വലിയ നഷ്ടമാണ്. സൈലന്റ് വാലി വനമേഖലയിലടക്കം കേരളത്തിൽ അവശേഷിക്കുന്ന പച്ചപ്പുകൾക്ക് മലയാളി ഈ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. വിമർശനങ്ങളും പരിഹാസങ്ങളും വകവെക്കാതെ ജീവിതകാലം മുഴുവൻ
സുഗതകുമാരി പോരാടി. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 സുഗതകുമാരിയുടെ ജനനം. പ്രാണവായുവായിരുന്നു ടീച്ചർക്ക് കവിത. മനസ്സു പൊള്ളുമ്പോഴാണ് താൻ കവിത എഴുതാറ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു താരകയെ കാണുമ്പോൾ രാവു മറക്കും, പുതുമഴ കാണുകെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ട് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. ഇന്ന് പാവം മാനവ ഹൃദയത്തെക്കുറിച്ച് എഴുതി വച്ച കവയിത്രി 86-ാം വയസ്സിൽ മടങ്ങുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത നൂറുകണക്കിന് കവിതകൾ ബാക്കി വച്ചിട്ടാണ്. പത്മശ്രീ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നീ ബഹുമതികൾ ടീച്ചർക്ക് ലഭിച്ച ആദരങ്ങളിൽ ചിലതു മാത്രം. മഹാപ്രളയം ഉൾപ്പെടെ പരിസ്ഥിതി ദുരന്തങ്ങൾ സൃഷ്ടിച്ച കണ്ണീർ കടലിൽ കേരളം നിൽക്കുമ്പോൾ ഒരു പ്രവചനം പോലെ സുഗതകുമാരി എഴുതിയ ആ വരികൾ ഓർക്കാം. 2014 എഴുതിയ പശ്ചിമഘട്ടം എന്ന കവിതയിലെ പൊള്ളിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: കല്ലും മരവും പ്രളയവുമായി അന്ത്യപ്രഹരമായി ആർത്തിറങ്ങിയിടവേ നൊന്തു പായുന്നതെങ്ങോട്ട് നമ്മൾ. പ്രകൃതിക്കും മനുഷ്യ സമൂഹത്തിനും അപരിഹാര്യമായ നഷ്ടമായി ആ വേർപാട്. മുതിർന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കുഞ്ഞുങ്ങളെ, നിങ്ങളിലാണ് പ്രതീക്ഷ. ഭൂമിയെ സംരക്ഷിക്കാൻ ആരോടും അരുത് എന്ന് പറയാനുള്ള കരുത്തും ശബ്ദവും നിങ്ങൾക്കുണ്ടാകണം എന്ന വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ആദരവോടെ യാത്രയാക്കാം മലയാളത്തിൻ്റെ പ്രിയ കവയത്രിയെ. സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ എന്ന കവിത ആലപിക്കുന്നു ഞങ്ങളുടെ പ്രിയങ്കരിയായ സ്മിത ടീച്ചർ. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രിമഴ മന്ദമേ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയാം ഇരവിൻ്റെ ഖിന്നയാം പുത്രേ. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ, പൊടുന്നെനയൊരമ്മതൻ ആർത്തനാദം. ഞാൻ നടുങ്ങിയൻ ചെവി പൊത്തിയൻ രോഗശയ്യയിലുരുണ്ടു തേങ്ങുമ്പോഴേ അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. രാത്രിമഴ പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച, കുളിർ കോരിയണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. രാത്രിമഴ ഇന്നെൻ്റെ രോഗോഷ്ണശയ്യയിൽ വിനിത്രയാമങ്ങളിലിരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാനുഴറവേ, ശില പോലെയുറയവേ എൻ ദുഃഖസാക്ഷി. രാത്രിമഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും. പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നെഞ്ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നു
രാത്രി മഴ പോലെ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ. ഇനി നമ്മുടെ കൂട്ടുകാരി നിരഞ്ജനയുടെ കഥാവതരണമായാലോ? കേൾക്കണേ എല്ലാരും. കഥ നിലാച്ചോട്ടിലൊരു ഓർമ്മയുടെ വെള്ളിത്തിര. എണേ ഓ വരുന്നുണ്ടോ നോക്ക്. 5 മണിന്റെ വണ്ടിയൊക്കെ പോയിട്ട് എത്ര നേരായി. ഇനി എപ്പോഴാ? അമ്മമ്മ ഇരക്കപ്പുറതി ഇല്ലാതെ ചോദിച്ചു. അച്ഛൻ വരുന്നോ നോക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാബുവിന്റെ വക കളിയാക്കൽ. ഇനി എന്താ ഏച്ചിയെ പുതിയ പാവാടയൊക്കെ എടുത്ത് കല്യാണത്തിന് പോവാ? കയ്യിലുള്ള നോട്ടീസ് നോക്കി വായിച്ചുകൊണ്ട് സിനിമാ പരസ്യ വണ്ടിയെ അനുകരിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവൻ മുറ്റത്തിനു ചുറ്റും പിന്നെയും ഓടാൻ തുടങ്ങി. കൊയിലാണ്ടി വിക്ടറിയുടെ വെള്ളിത്തിരയിൽ വിജയകരമായ 25ാം ദിവസം. അങ്കക്കുറി. ജയൻ, സുകുമാരൻ, KP ഉമ്മർ, സീമ, ജയഭാരതി, കുതിരവട്ടം പപ്പു തുടങ്ങി നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ. വൈകുന്നേരം സിനിമക്ക് കൊണ്ടുപോവാന്ന് അച്ഛൻ ഏറ്റതാണ്. പണി കഴിഞ്ഞ് നേരത്തെ വരാനും അപ്പോഴത്തേക്ക് എല്ലാരും റെഡിയായി നിന്നോന്നും രാവിലെ ഉറപ്പ് പറഞ്ഞാണ് പോയത്. കറുത്ത ഹെയർ പിന്നും എണ്ണ തേച്ച് അമർത്തി ചീകിയ മുടിയിലേക്ക് കുത്തുന്നതിനിടയിൽ അമ്മമ്മയെ സമാധാനിപ്പിച്ചു. ആവുന്നേയുള്ളമ്മേ, 6:30 സിനിമ തുടങ്ങൂ. അമ്മമ്മ ഉച്ച കഴിഞ്ഞപ്പോ തന്നെ ഉടുപ്പൊക്കെ മാറ്റി നിൽക്കുകയാണ്. പണിയൊക്കെ നേരത്തെ തീർത്ത് അമ്മയും ഒരുങ്ങിക്കഴിഞ്ഞു. സിനിമക്ക് പോകുന്നതിന്റെ സന്തോഷത്തിൽ രാത്രി ഞാനും ബാബുവും ഉറങ്ങിയിട്ടില്ല. കൊല്ലത്തിൽ ഒരിക്കലൊക്കെയാണ് അച്ഛൻ സിനിമക്ക് കൊണ്ടുപോകുന്നത്. ആ യാത്ര തന്നെ വലിയൊരു സന്തോഷമാണ്. വയലും കഴിഞ്ഞ് റെയിലിന്റെ അരികിൽ കൂടെ കുറച്ചു നേരം നടക്കണം കൊയിലാണ്ടിക്ക്. വിക്ടറി ടാക്കീസിന് മുന്നിലെ വലിയ മൈതാനത്തിനപ്പുറം നിരത്തിലൂടെ കാറും ബസ്സുമൊക്കെ എമ്പാടും പോകുന്നുണ്ടാകും. മോന്തിയായാലും നല്ല വെളിച്ചവും പിന്നെ സിനിമ എന്ന അത്ഭുതം. കൂട്ടുകാരി സുനന്ദ അമ്മ വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള എല്ലാരും പോയി അങ്കക്കുറി കണ്ട കഥ അവളൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജയന്റെ പേര് കേശവ് രാമേന്ദ്രനാണെന്നും ജയന്റെ അമ്മയും പെങ്ങളും മരിക്കാൻ കാരണക്കാരനായ സുകുമാരന്റെ അച്ഛനെ കൊന്ന് സീമേനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും ഈ സുകുമാരനെ കൊല്ലാനാണ് പരിപാടിയെന്നും അച്ഛനെ കൊന്ന് പെങ്ങളെ തട്ടിക്കൊണ്ടുപോയ ജയനെ തേടി കൊല്ലാനായി സുകുമാരൻ നടക്കുന്നതും രണ്ടാളും ആളറിയാതെ വലിയ ചങ്ങായിമാരായി ഒന്നിച്ചു താമസിക്കുന്നതും സുകുമാരൻ സ്നേഹിക്കുന്ന ജയഭാരതി ജയന്റെ നാടുവിട്ടു പോയ ഇളയമേന്റെ മോളാണെന്നും ഉമ്മർ ദുഷ്ടനാണെന്നും അങ്ങനെ അമ്മമ്മക്ക് ജയന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ടാണ് അമ്മമ്മ കേൾക്കാൻ സിനിമാ കഥ പറഞ്ഞും നോട്ടീസ് വായിച്ചു കൊടുത്തും പാട്ടിലാക്കിയത്. ബാബുവിന് കുതിരവട്ടം പപ്പുവിനെയാണ് ഇഷ്ടം. സിനിമയിലും മൂപ്പരുടെ കൂടെ ഒരു കൊരങ്ങനുണ്ട്. നല്ല തമാശയാണ് പോലും. കൊരങ്ങൻ കള്ളു കുടിക്കും, ആൾക്കാരുടെ പൈസ പോക്കറ്റടിക്കും, കുളിക്കുന്ന പെണ്ണുങ്ങളുടെ ഉടുപ്പൊക്കെ എടുത്ത് കാറ് തുടക്കാൻ കൊണ്ട് കൊടുക്കും. പിന്നെ കൊരങ്ങൊരു പാമ്പിനെ പിടിക്കുന്ന രംഗമുണ്ട് പോലും. പോരാത്തതിന് ഈ പാട്ടും. മരം ചാടി നടന്നോരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായം മണിഞ്ഞു. അച്ഛൻ വരുന്നുണ്ട്, ബാബു ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. എന്തൊരാളാടാ, നേരം വൈകിയില്ലേ? അമ്മമ്മ പരിഭവപ്പെട്ടു. ആയിട്ടില്ലമ്മേ, 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം. നിങ്ങളൊക്കെ റെഡിയല്ലേ? അച്ഛൻ തിരക്കിട്ട് കുളിച്ചു വന്ന് കുപ്പായവും മുണ്ടും മാറ്റി. നിങ്ങൾക്ക് ചായങ്ങാമാണാ? അമ്മ ചോദിച്ചു. വേണ്ട, നമുക്ക് കീയാ. ഇനി നേരം വൈകണ്ട. ഇറയത്ത് നിന്ന് ചുട്ടുകത്തിയെടുത്ത് അച്ഛൻ ഇറങ്ങി. വീട് പൂട്ടി അമ്മയും. വയൽവരമ്പിലൂടെ അച്ഛൻ മുന്നിലും, തൊട്ടു പിന്നിൽ അമ്മമ്മയും, അതിന്റെ പിന്നിൽ അമ്മയും, പിറകിലായി ഞാനും ബാബുവും. ഉത്സവത്തിന് പോകുന്നത് ഓർമ്മ വന്നു. അമ്മേ, നിങ്ങൾ സിനിമ കണ്ടിട്ട് കരയരുതേ. അച്ഛൻ വീടി കത്തിച്ചുകൊണ്ട് അച്ഛൻ അമ്മമ്മേനെ കളിയാക്കി. കഴിഞ്ഞ പ്രാവശ്യം സിനിമ കാണുമ്പോ അമ്മമ്മ എന്തൊരു കരച്ചിലായിരുന്നു. വേഗം നടന്നേടാ, മോന്തി ആനായി. അമ്മമ്മ അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു. വയല് കടന്ന് തീവണ്ടിപ്പാളത്തിനോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ നടക്കുമ്പോൾ രാമൂട്ടി അച്ഛന്റെ ചായപ്പീടികയിലിരുന്ന് മീൻകാരൻ മമ്മദ് മാപ്പിള വിളിച്ചു.
വാ, എല്ലാവർക്കും ഒരു ലൊട്ടയും ചായയും കുടിച്ചിട്ട് പോവാ. ഇല്ല, പോട്ടെ. അച്ഛൻ നടന്നു. അങ്കക്കുറി കാണാൻ പോവുകയായിരിക്കും അല്ലേ? ബീഡി തിരക്കുന്ന കോയിനാട്ടൻ ചിരിച്ചു. കരിമ്പുക തൊപ്പി ഠഠൻ ഠഠൻ എന്ന കനത്തൊച്ചയിൽ ഇരമ്പിക്കുതിച്ച് കൂകി വിളിച്ചുകൊണ്ടൊരു തീവണ്ടി കടന്നുപോയപ്പോൾ നിലമൊക്കെ വിറക്കുന്ന പോലെ തോന്നി. എപ്പോഴെങ്കിലുമാണ് തീവണ്ടി ഇങ്ങനെ അടുത്തു നിന്ന് കാണുക. തീവണ്ടി ആപ്പീസ് കടന്നപ്പോ തന്നെ ടാക്കീസിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കാലം വല്ലാത്ത കാലം, ഇത് ലോകം വല്ലാത്ത ലോകം. വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള തോരണം കൊണ്ട് മൂടിയിരുന്നു വിക്ടറി ടാക്കീസിന്റെ വളപ്പ്. പോസ്റ്ററുകൾക്ക് പുറമെ ടാക്കീസിന്റെ മുറ്റത്തായി വലിയ കട്ടൗട്ടുകളിൽ ജയനും സുകുമാരനും സീമയും ജയഭാരതിയും ചിരിച്ചു. കുരങ്ങനെയും തോളിൽ വച്ച പപ്പുവിനെ ബാബു തൊട്ടുനോക്കി. ടാക്കീസിന് മുന്നിലെ വണ്ടിപ്പീടികകളിൽ നിന്ന് ചീനച്ചട്ടിയിൽ ചട്ടുകം കൊണ്ട് തട്ടുന്ന ഒച്ചയും കടല വറുക്കുന്ന മണവും പൊങ്ങി. അകത്തേക്ക് കയറുമ്പോൾ ടിക്കറ്റ് മുറിക്കുന്നയാൾ ബാബുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഓന്റെ മടിയിലിരുന്നോളും, അച്ഛൻ പറഞ്ഞു. മുളും പായകളിൽ കറിയോയിലടിച്ചതിന്റെ മണമായിരുന്നു ടാക്കീസിനുള്ളിൽ. അമ്മമ്മയുടെ അടുത്ത് ഞാൻ, പിന്നെ അമ്മ, അപ്പറ അച്ഛൻ, അച്ഛന്റെ മടിയിൽ ബാബു. മുന്നിൽ വലിച്ചു കെട്ടിയ വെളുത്ത തുണിയുടെ വശങ്ങളിലായി താഴെയായി ചുവന്ന 2 തൊട്ടികളിൽ ഫയർ എന്നും തീ എന്നും എഴുതിയിരുന്നു. അതിൽ തീ ഉണ്ടാവോ അച്ഛാ? ബാബു ചോദിച്ചു. EXID. വാതിലിനു നേരെ മുകളിൽ കത്തി നിൽക്കുന്ന ചുവന്ന അക്ഷരങ്ങൾ പലവട്ടം വായിച്ചു. എത്ര പങ്കായ അല്ലേച്ചേ? കസേരകളിൽ ആളുകൾ നിറഞ്ഞു വന്നു. സിനിമ എപ്പ തുടങ്ങും അച്ഛാ? എത്രയും വേഗം ഒന്ന് സിനിമ തുടങ്ങി കിട്ടിയിരുന്നെങ്കിൽ. എത്ര ദിവസമായി സുനന്ദ പറഞ്ഞിങ്ങനെ മോഹിപ്പിക്കുന്നു. അതൊക്കെ ഇപ്പൊ നേരി കാണാലോ. ബെല്ലടിച്ചു, വിളക്കുകളൊക്കെ കെട്ടു. സിനിമ തുടങ്ങി. ഒരു ഗോപുരം പോലെ എഗരത്തിൽ മണിയടിക്കുന്നു. മതിൽക്കെട്ടിന്റെ അരികിൽ കൂടെ മുന്നോട്ട് പോന്ന ജീപ്പ്. ഇത് ജയിലാണ്, ഇപ്പോ ജയനെ കാണിക്കും. ഈശ്വരാ, എല്ലാരും ശ്വാസമടക്കി പിടിച്ച് സിനിമയിലാണ്. ഇരുട്ട് മുറിയിൽ വെളിച്ചം വീണപ്പോൾ ജയിൽ പുള്ളിയായി ജാലകത്തിനടുത്ത് ജയനെ കണ്ടതും ആരൊക്കെയോ കൈയടിക്കുന്നു. ജയിലിലേക്ക് വന്ന കഴുകൻ മത്തായി ജയന്റെ കുപ്പായം കീറിയതും ജയൻ അടി തുടങ്ങി. ടാക്കീസിലാകി മറിയുന്ന കയ്യടിയും വിസിൽ വിളിയും. മത്തായിയെ അടിച്ചൊതുക്കി ഒരു മൂലയിലാക്കും വരെ കയ്യടി തന്നെയായിരുന്നു. പെങ്ങളുടെ കല്യാണ ദിവസം കള്ളൻ എന്ന് പറഞ്ഞ് ജയനെ പോലീസ് പിടിക്കാൻ വന്നപ്പോ അമ്മമ്മയുടെ കണ്ണു നിറഞ്ഞു. ജയിലിൽ നിറങ്ങി വന്ന് അമ്മാവനെ കണ്ടപ്പോ അമ്മയും പെങ്ങളും മരിച്ച വിവരം പറയുന്നത് കേട്ട് അമ്മമ്മ തേങ്ങി. സുനന്ദ പറഞ്ഞ പോലെ പിന്നെ ഓരോ രംഗങ്ങളും തമ്മിൽ അറിയാതെ കൊല്ലാൻ നടക്കുന്ന ജയനും സുകുമാരനും പെട്ടിപ്പീടികയിൽ വെച്ച് കണ്ടപ്പോ ഇപ്പൊ തിരിച്ചറിയുന്ന പേടിച്ചവരൊക്കെ രണ്ടാളും 2 വഴിക്ക് പോയപ്പോ ശ്വാസം വിട്ടു. പിന്നെ രണ്ടാളും ചങ്ങായിമാരായപ്പോ മുതൽ ഉള്ളിൽ രണ്ടാളും തിരിച്ചറിയുന്നത് ആലോചിച്ച് പിരിമുറുക്കത്തോടെ ഇരുന്നു. ഉമ്മറും 3-4 പെണ്ണുങ്ങളും ഇരിക്കുന്നത് കണ്ടപ്പോ അമ്മമ്മ പറഞ്ഞു, മതിയനെ, അതൊന്നും നോക്കണ്ട. കാലം വല്ലാത്ത കാലം എന്ന പാട്ടുപാടി സീമ ഡാൻസ് തുടങ്ങിയപ്പോ ആയിരുന്നു പിന്നെയും വിസിലടിയും ഉയ്യാരവും. പപ്പുവിനെ കണ്ടപ്പോ എല്ലാരും ചിരിച്ചു മറിഞ്ഞു. ഇടവേളയ്ക്ക് പിന്നെയും വിളക്ക് തെളിഞ്ഞു. കടല കടലേ, കടല കടലേ. കടല വിൽക്കുന്ന കുട്ടികളുടെ ഒച്ചയോടൊപ്പം പാട്ടുപുസ്തകം വിൽക്കുന്നവരും പാട്ടുസ്താം പാട്ടുസ്താം. മരം ചാടി നടന്നൊരു കുരങ്ങൻ. അങ്കക്കുറിയിലെ പാട്ടുകളും സിനിമയിലെ പകുതി കഥയും പിന്നെ മിനിപ്പമുള്ള ചിത്രങ്ങളുമുള്ള പാട്ടുപുസ്തകം മോഹിപ്പിക്കുന്നു. മോക്ക് വേണാ? അച്ഛന്റെ ചിരി. നീലച്ചട്ടയുള്ള പാട്ടുപുസ്തകം അച്ഛൻ വാങ്ങി കയ്യിൽ വെച്ചു തന്നു. അച്ഛാ, എനിക്കോ? ബാബുവിന്റെ പരിഭവം. അച്ഛൻ രണ്ടാളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ടാക്കീസിനു മുന്നിലെ വണ്ടിപ്പീടികകളിൽ നല്ല തിരക്ക്. രണ്ടാൾക്കും സർബത്ത് ഒഴിച്ച ഐസ് അരച്ചത്. എന്തൊരു തണുപ്പാച്ചാ, എന്തൊരു മധുര. ഐസരച്ചതിന്റെ രസത്തിൽ അച്ഛനെ നോക്കി ചിരിച്ചു.
ബീഡി വലിച്ചുകൊണ്ട് അച്ഛൻ അലിവോടെ ഇങ്ങനെ. ബെല്ലടിച്ചപ്പോൾ ടാക്കീസിലേക്ക് കയറി. ജയഭാരതിയെ ദുഷ്ടന്മാർ പിടിക്കാൻ പോയപ്പോ എത്ര ആളെയാ ജയൻ ഒറ്റക്കടിച്ച് പായിച്ചത്. ജയന്റെ പെങ്ങള് തന്നെയാണെന്നറിഞ്ഞപ്പോ ഒന്നുകൂടി സന്തോഷം തോന്നി. എന്തൊരു സ്നേഹാണ് ആങ്ങളെയും പെങ്ങളും. ജയന്റെ കുടി നിർത്തിയതുപോലും പെങ്ങൾ. പാവം. സുകുമാരൻ ജയഭാരതിയോട് ഉമ്മ ചോദിക്കുമ്പോ എന്തോ നാണം വന്നു. തല തിരിച്ച് അമ്മയെ നോക്കി. അന്നേരം കസേരക്കൈയിൽ അമ്മയുടെ കൈ അച്ഛന്റെ കയ്യിൽ അമർന്നിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും അമ്മമ്മയുടെ കണ്ണീര് നിന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ മുഖവും വാടിയിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു സങ്കടം. ജയൻ ജയിലിലേക്ക് പോകുമ്പോ കരയുന്ന സീമയുടെ മുഖമായിരുന്നു ഉള്ളിൽ. നെറ്റിയിലെ ചോര കൊണ്ട് സീമക്ക് സിന്ദൂരം ചാർത്തിയ ജയനും എന്തൊരു സ്നേഹമുള്ള മനുഷ്യനാണ്. ഒന്നും പുറത്തു കാണിക്കാതെ ചൂട്ട കത്തി വീശി അച്ഛൻ മുന്നിൽ നടന്നു. ഇരുട്ടിൽ വഴിയിലുള്ള വീടുകളിലൊക്കെ ഉറങ്ങിയിരുന്നു. എടാ, ഒരാളെ കൊന്ന ഒരുപാട് കൊല്ലം ജയിലിൽ കിടക്കണ? അമ്മമ്മയുടെ ചോദ്യത്തിന് അച്ഛൻ ചിരിച്ചു. അമ്മക്ക് എന്തിന്റെ കേടാ? ഇത് ഫിൽമല്ലമ്മേ. ഈശ്വരാ, ഇങ്ങനെയൊന്നും ആർക്കും വരാണ്ടിരിക്കട്ടെ. അച്ഛന്റെ പിന്നിൽ നടന്നുകൊണ്ട് അമ്മമ്മ പ്രാർത്ഥിച്ചു. ഏച്ചേ, നമുക്കൊരു കുരങ്ങനെ പോറ്റണേ. എന്ത് രസായിരിക്കും, ബാബു സ്വകാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഉള്ളിൽ അപ്പോഴും സിനിമ ടാക്കീസും സിനിമയിലെ കാഴ്ചകളും തന്നെയായിരുന്നു. ആകാശത്ത് പപ്പടവട്ടത്ത് അമ്പിളി ചിരിച്ചു നിന്നു. കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ പരന്നൊഴുകിയ നിലാവെളിച്ചത്തിൽ മണ്ണട്ടകൾ കരയുന്ന വരമ്പത്തൂടെ ഞങ്ങൾ നടന്നു. ദൂരെ വയൽക്കരയിൽ ഒരു കുഞ്ഞു ഓലപ്പുര ഇരുട്ടിൽ ഞങ്ങളെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. നിലാവ് വിരിച്ച ആകാശക്കുടയുടെ ചോട്ടിൽ ഓലച്ചൂട്ടാഞ്ഞു വീശി വയൽവരമ്പിലൂടെ ഒരു കുടുംബം മുന്നോട്ടു നീങ്ങി. ഏതോ സിനിമയുടെ സന്തോഷം നിറഞ്ഞ അവസാന ദൃശ്യം പോലെ. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഒന്നാം തരത്തിലെ നീലാഞ്ജന പാടുന്നു. പണ്ട് കുറുക്കൻ തെണ്ടിപ്പോയപ്പോൾ കണ്ടു നല്ല പെഴുപെഴുത്ത മുന്തിരിക്കൂല. പൊക്കത്തിൽ നിൽക്കും മുന്തിരി കിട്ടാൻ ഊക്കെടുത്ത് ചാടി നോക്കി കിട്ടില്ലല്ലോ. ഊക്കെടുത്ത് ചാടി നോക്കി കിട്ടില്ലല്ലോ. എന്തിന് കൊള്ളും ഈ പുളിയ മുന്തിരി? എനിക്ക് വേണ്ട ഈ പുളിയ മുന്തിരി. എനിക്ക് വേണ്ട ഈ പുളിയ മുന്തിരി. കേരളം മനോഹരമായ നാടാണ്. പുഴയും തോടും മലയും. ഹാ, എന്തു ഭംഗി! രണ്ടാം തരത്തിലെ റയാ മഹേഷിന്റെ കവിത കേൾക്കൂ. എൻ്റെ കേരളം പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും നീളെ കളക്കളം പാടും കാട്ടുചോലയോ മാമണി മേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരൊളിത്തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. എൻ്റെ കേരളമെന്തൊരു ഭംഗി. എൻ്റെ കേരളമെന്തൊരു ഭംഗി. സുഗതകുമാരി ടീച്ചറെ പ്രണമിച്ചുകൊണ്ട് കവിത ചൊല്ലുന്നു നാലാം തരത്തിലെ കൂട്ടുകാരി പാർവണ. സുഗതകുമാരി ടീച്ചർക്ക് പ്രണാമം. ടീച്ചറുടെ നാളേക്ക് വേണ്ടി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു നാടൻ പാട്ട് കേൾക്കാം. ഹൃദയസ്പർശിയായ ഈ ഗാനം ആലപിക്കുന്നത് 3-ാം തരത്തിലെ ഫഹ്മിദയുടെ ഉമ്മ നഈമ ടീച്ചർ.
സെന്റ് പോൾസ് AUP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 18ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരെ കാത്തിരിക്കുക.